Assalamualaikum. Welcome to our channel Snack Time Kerala. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കബാലിയത്താണ്. ബിരിയാണിയുടെ ഒക്കെ പോലെ തന്നെയാണ് കബാലിയത്തും. അപ്പോൾ നമുക്കിനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കന് 1.5 കിലോനാണ് എടുത്തിരിക്കുന്നത്. വലിയ പീസാക്കിയിട്ട് തന്നെ വേണം. പിന്നെ വേണ്ടത് സവാള, ഒരു വലിയ സവാളയും ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് കനല്ലാതെ കട്ട് ചെയ്തത്. പിന്നെ ഒരു ക്യാപ്സിക്കം, അത് റൗണ്ടിൽ കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ആവശ്യത്തിന് 3 പച്ചമുളക് കീറിയതും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. 1.5 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, റൗണ്ടിൽ കട്ട് ചെയ്തത് കനല്ലാതെ. പിന്നെ ആവശ്യത്തിന് മല്ലിയില, പുതിനയില. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, മാഗി ക്യൂബിൻ്റെ ഒരു പകുതിയോളം, പിന്നെ കപ്സ മസാല 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് ആദ്യം ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വാടി വരണം. അതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കേണ്ടത്. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്, നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചൊന്ന് ഇളക്കി ശരിയാക്കാം. അതിന് ശേഷം നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് എല്ലാ മസാലകളും ഒന്നിച്ച് ആഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ കുരുമുളക് ഒഴിച്ച് ബാക്കി എല്ലാതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അധികവും കപ്സ മസാലയാണ് ആവശ്യമായിട്ട് വരുന്നത്. 2 ടേബിൾ സ്പൂണോളം കപ്സ മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിരിയാണിയിലേക്ക് പോലത്തെ മസാല ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മസാല ആവുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. വലിയ പീസായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്നുകൂടെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കന് കുറച്ച് വെന്തിട്ടുണ്ട്, മുഴുവനായി വെന്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും. ഒന്നും കൂടി ഇത് ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം.
ഇപ്പോൾ ചിക്കൻ വെന്ത സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു പ്രത്യേക സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ പല തവണയായിട്ട് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും വെന്ത് വരാനുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റോളം വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കാണാൻ തന്നെ ഭംഗിയായി വന്നിട്ടുണ്ട് ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ ഇട്ട് ശേഷം. ക്യാരറ്റും ക്യാപ്സിക്കം നമ്മൾ അധികവും ബിരിയാണി മസാലയിൽ യൂസ് ചെയ്യാറില്ല. കബാലിയത്തിൽ ഇത് മെയിനാണ്. അതാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയാം. അപ്പോൾ ക്യാപ്സിക്കം ക്യാരറ്റ് ഒന്ന് വാടി വരുന്ന വരെ 2 മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ വെന്തിട്ടുള്ളതാണ്, അത് കാരണമാണ് ഇത് പതുക്കെ ഇളക്കി കൊടുക്കുന്നത്. ചിക്കൻ ഉടയാൻ പാടില്ല. ഇപ്പോൾ രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ചിക്കനിലൊരു പ്രത്യേക മണവും രുചിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം വീണ്ടും നമ്മളിത് ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചിക്കൻ ഒന്ന് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇനി ഇവിടെ ചോറ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അലുമിനിയത്തിൻ്റെ ഒരു പാനാണ് യൂസ് ചെയ്യണത്. 3.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 7 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അരി എടുക്കുമ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ടാണ് വെള്ളം നമുക്കതിൽ വേണ്ടത്. അപ്പോൾ 3.5 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വേഗം വേവുന്ന അരിയാണ് ജീരകശാലയുടെ. അപ്പോൾ 7 കപ്പ് വെള്ളം കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ് വീതം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അരി എടുക്കുമ്പോൾ വെള്ളം നോക്കുന്നത് ശ്രദ്ധിക്കണം. 3.5 കപ്പ് അരിക്ക് ഞാൻ 7 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂണോളം ഉപ്പ് വേണ്ടി വരും. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പശു നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളടുത്ത് ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ അതും പൊട്ടിച്ചിടണത് നല്ലതാണ്. കാരണം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയിൽ കളറ് അതായത് ചോറിൽ കളറ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറൊന്നും അധികം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ
നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഈ ചോറിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ നിങ്ങൾ സ്പെഷ്യലൊക്കെ അധികം ഉണ്ടാക്കാറ് വെള്ളിയാഴ്ചകളിലാവും. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കബാലിയത്ത്. അധികം ടൈമൊന്നും വേണ്ട ഇതിന്. അതേപോലെ ബിരിയാണിയുടെ അത്ര റിസ്ക്കും ഇല്ല. അപ്പോൾ നമ്മുടെ കബാലിയത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പറാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു.